അറഫ സംഗമം അവസാനിച്ചു. ഹജ്ജ് തീർത്ഥാടകർ അറഫയിൽ നിന്ന് മടങ്ങിത്തുടങ്ങി. മിനായിലെ ജംറകളിൽ കല്ലേറ് കർമ്മം നാളെ തുടങ്ങും. ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഹജ്ജിന്റെ ഏറ്റവും പ്രധാന കർമ്മമായ അറഫ സംഗമം അവസാനിച്ചു. തീർത്ഥാടകർ ഇനി മുസ്ദലിഫയിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് ഉച്ച മുതൽ തീർത്ഥാടകർ അറഫയിൽ ആരാധനാ കർമ്മങ്ങളിലും പാപമോചന പ്രാർത്ഥനകളിലുമായിരുന്നു. തീർത്ഥാടകർ മുസ്ദലിഫയിലേക്ക് നീങ്ങുന്നതിന് മുമ്പായിട്ടുള്ള അവസാനഘട്ട പ്രാർത്ഥനകളിലാണ് ഇപ്പോൾ ഉള്ളത്. നമുറ പള്ളിയിലും ജബലുർ റഹ്മ മലയിലും അതോടൊപ്പം തന്നെ ടെന്റുകളിലുമൊക്കെയായി തീർത്ഥാടകർ പൂർണ്ണമായും ആരാധനാ കർമ്മങ്ങളിലായിരുന്നു ഇതുവരെ. ഒരു പകൽ മുഴുവൻ ഇബാദത്തിൽ മുഴുകിക്കൊണ്ട് ഭക്തിസാന്ദ്രമായ രീതിയിൽ അറഫയിലെ സംഗമം പൂർത്തീകരിക്കാൻ ലക്ഷക്കണക്കിന് ഹാജിമാർക്ക് സാധിച്ചു. എല്ലാവരും ഇപ്പോൾ മിനയെ ലക്ഷ്യമാക്കി തിരിച്ച് മുസ്ദലിഫയെ ലക്ഷ്യമാക്കി മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഇതുവരെ അനുഭവിച്ചതിലും ഒരുപാട് സന്തോഷത്തിലായി ഇത് പൂർത്തിയായത്. ഇത്രയും നന്നായിട്ട് പൂർത്തിയായത് ആദ്യമായിട്ടാണ്. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കിയുള്ള 2-3 സ്ഥലവും കൂടിയുണ്ട്. മുസ്ദലിഫ, കല്ലേറ്, അതെല്ലാം റാഹത്തായിട്ട് പൂർത്തിയാക്കാൻ ദുആ ചെയ്യുന്നു. നല്ലതായ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്, എല്ലാ നിലക്കും സന്തോഷത്തോടുകൂടെ ഞങ്ങളൊക്കെ മുസ്ദലിഫയിലേക്ക് മടങ്ങാണ്. അറഫ കഴിഞ്ഞിരിക്കുന്നു. അറഫയിൽ ഒരു വിശ്വാസിക്ക് കിട്ടേണ്ട എല്ലാ നിലക്കുമുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും കിട്ടുകയും ഞങ്ങൾക്ക് ഏതൊക്കെ രൂപത്തിൽ ദുആ ചെയ്യണോ, പ്രാർത്ഥിക്കണോ, ഇബാദത്ത് ചെയ്യണോ അതിനൊക്കെ അവസരങ്ങൾ പൂർണ്ണമായും അവിടെ ഞങ്ങൾക്ക് ലഭ്യമാവുകയും. അൽഹംദുലില്ലാഹ്, പടച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് അറഫ നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു. വളരെ നല്ല സൗകര്യങ്ങളായിരുന്നു. എല്ലാ രീതിയിലും നല്ല സൗകര്യങ്ങൾ കാരണം അറഫ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്താൻ സാധിച്ചു എന്നാണ് വിശ്വാസം. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇനി മുസ്ദലിഫയിലോട്ട് പോകാൻ നിൽക്കുകയാണ്. അറഫ സംഗമത്തെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാന കർമ്മമാണ്. അറഫ കിട്ടിയില്ലെങ്കിൽ ഹജ്ജ് ലഭിക്കില്ല എന്നാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. ഇനി തീർത്ഥാടകർ അടുത്ത കർമ്മത്തിനായി മുസ്ദലിഫയിലേക്ക് നീങ്ങുകയാണ്. നാളെ മുതൽ മീനായിലെ ജംറകളിൽ എറിയാനുള്ള കല്ലുകൾ ശേഖരിക്കുന്നത് മുസ്ദലിഫയിൽ നിന്നാണ്. എനിക്ക് ചുറ്റും ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഈ മലയാളികളായ തീർത്ഥാടകരാണ്. ആയിരക്കണക്കിന് തീർത്ഥാടകർ അവർ അവസാനഘട്ട പ്രാർത്ഥനകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. മുസ്ദലിഫയിലേക്ക് പോകാനുള്ള ബസ്സുകൾ കാത്തു നിൽക്കുകയാണ്. മുസ്ദലിഫയിൽ അവർക്ക് അനുഷ്ഠിക്കാനുള്ള പ്രധാനപ്പെട്ട കർമ്മം നാളെ മുതൽ മീനായിലെ ജംറകളിൽ എറിയാനുള്ള കല്ലുകൾ ശേഖരിക്കുകയാണ്. നാളെ രാവിലെ തീർത്ഥാടകർ മീനായിൽ എത്തിച്ചേരും. ജംറകളിൽ കല്ലേർ കർമ്മം ആരംഭിക്കുകയും ചെയ്യും. അറഫയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.